വിവേകത്തിനും അവധാനതയ്ക്കും ഉത്തമ ഉദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വലീദ് ഇബ്നു ഉഖബയുടെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എന്നാൽ എന്താണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത്? അവിടെ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അതിനു വേണ്ട നടപടി ചെയ്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്നുള്ള ആയത്തിൽ അഥവാ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതും അത് തന്നെയാണ്. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. അല്ലാഹു പറയുന്നത് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ അറിയുക, നിങ്ങളിൽ നിന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങളുടെ കൂടെയുണ്ട്. ലൗ യുതീഉകും ഫീ കസീരി മിനൽ അംർ, പല കാര്യങ്ങളിലും ആ പ്രവാചകൻ നിങ്ങളനുസരിച്ചിരുന്നുവെങ്കിൽ ലഅനിത്തും, നിങ്ങൾ വിഷമിക്കുമായിരുന്നു, നിങ്ങൾ പ്രയാസത്തിലാകുമായിരുന്നു. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈമാനിനെ അലങ്കൃതമാക്കി തന്നു എന്നാണ്, നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി തന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അത് അലങ്കൃതമാക്കി തന്നു എന്ന്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങൾക്ക് കുഫ്റും ഫുസൂഖും ഇസ്യാനും അല്ലാഹു വെറുപ്പുള്ളതാക്കിയെന്നാണ്. എന്താ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ? എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൽബ് കൊണ്ടുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പറച്ചിലും പ്രവൃത്തിയിലൂടെയുള്ള പ്രതിഫലനവുമാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിന് നേരെ ഓപ്പോസിറ്റാണ് കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫ്ർ എന്ന് പറഞ്ഞാൽ അവിശ്വാസവും, ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ദുർമാർഗവും, വൽ ഇസ്യാൻ എന്ന് പറഞ്ഞാൽ അനുസരണക്കേടുമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഉലൈക ഹുമുർ റാഷിദൂൻ, ആർക്കാണ് അള്ളാഹു ഈ രൂപത്തിൽ ഈമാനിനെ അലങ്കൃതമാക്കിയിട്ടും കുഫറിനെ വെറുപ്പുള്ളതാക്കി മാറ്റിയത്, അവരാണ് നേർമാർഗികൾ എന്ന്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫദ്ലൻ മിനല്ലാഹി വറഹ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യവും അനുഗ്രഹവുമാണ് ഇത് എന്ന് ഈ രൂപത്തിലാക്കി തന്നിട്ടുള്ളത്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്ന്. ഉഹദ് യുദ്ധാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തോട്ട് കൈകൾ ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൂടെ പഠിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തിലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് ആ പ്രാർത്ഥന? اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. ഞങ്ങൾക്ക് ഈമാനിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അലങ്കൃതവും ഈമാനിനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുമാക്കി തരണേ എന്ന്. അതേപോലെ തന്നെ കുഫ്റിനെയും ഫുസൂഖിനെയും ഇസ്യാനെയും ഞങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? വജഅൽനാ മിനർ റാഷിദീൻ, എങ്കിൽ മാത്രമേ നമ്മൾ നേർമാർഗികളിൽ, സന്മാർഗികളിൽ ഉൾപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.